കോഴിക്കോട് നഗരത്തിൽ വൻ തീപിടുത്തം തുടരുകയാണ്. ജയലക്ഷ്മി സിൽക്സിൽ ആശങ്ക ആളിപ്പടരുന്നു. 2-3 നിലകളിലായാണ് തീ പടരുന്നത്. 3 ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീ അണയ്ക്കാനുള്ള ശ്രമം ഊർജിതമായി ഇപ്പോഴും തുടരുകയാണ്. 2023 തീപിടിച്ച ജയലക്ഷ്മി സിൽക്സ് ആണ് ഇപ്പോൾ വീണ്ടും തീ പിടിച്ചിരിക്കുന്നത്. അതിന് തീയിൽ അമരുകയാണ്. പ്രത്യേകിച്ചിപ്പോൾ അവിടെ നല്ല വേനലാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തീ പിടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. 3 ഫയർ എഞ്ചിൻ യൂണിറ്റുകൾ ഒരുമിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും തീ പടരുകയാണ്. നമുക്കറിയാം വസ്ത്രശാലയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തീ പിടിക്കുന്ന ഒരു സാഹചര്യം ജയലക്ഷ്മി സിൽസിലുണ്ട്. ആകാശ് ചേരുന്നുണ്ട് ഈ സംഭവ സ്ഥലത്തു നിന്നുള്ള വിശദാംശങ്ങളുമായി. ആകാശ്, ഇത് എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത്? വലിയൊരു തുണിക്കടയാണത്. അതിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് തീപിടുത്തം ആരംഭിച്ചത്? ഇപ്പോൾ മറ്റു ഭാഗങ്ങളിലേക്ക് തീ പിടിക്കുന്നത് തടയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹർഷൻ, ഇതൊരു 6 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആദ്യം 2ാം നിലയിലായിരുന്നു തീ പിടിച്ചതെങ്കിൽ പിന്നെ അതിൻ്റെ 3ാം നിലയിലേക്ക് തീ പടരുകയായിരുന്നു. പിന്നെ അത് വ്യാപിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇപ്പോൾ തീ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കൂടാതെ തന്നെ 4 യൂണിറ്റ് ഫയർഫോഴ്സുകൾ 3 യൂണിറ്റ് ആദ്യം വന്നെങ്കിൽ 1 യൂണിറ്റും കൂടി എത്തിയിട്ടുണ്ട് ഇവിടെ. ബാക്കി 3 യൂണിറ്റുകൾ ഇപ്പോൾ തിരിച്ചു മടങ്ങിയിട്ടുണ്ട്. ഈ യൂണിറ്റുകളെല്ലാം വെള്ളം കഴിഞ്ഞതിൻ്റെ സാഹചര്യത്തിലാണ് ഈ 3 യൂണിറ്റുകൾ ഇവിടുന്ന് മടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ 1 യൂണിറ്റ് മാത്രമാണ് നിലവിൽ ഇവിടെ നിന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഈ തീ വ്യാപിക്കുകയാണ്. മറ്റ് വശങ്ങളിലേക്കൊക്കെ വ്യാപിക്കുകയാണ്. കൂടാതെ തന്നെ ഇതൊരു ഷീറ്റ് ഇട്ട് മൂടിയ ഒരു സ്ഥാപനമാണ്. അതിനാൽ ഷീറ്റ് ഉൾപ്പെടെ കത്തുന്നു. ഇതിൻ്റെ വശത്തുള്ള ഗ്ലാസ് ഉൾപ്പെടെ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായി. ഇവിടെ ആളുകളെ എല്ലാം തന്നെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. വലിയ രീതിയിൽ തന്നെ തീ ഇവിടെ പടരുകയാണ്. തീ നിയന്ത്രണ വിധമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മറ്റു വശങ്ങളിലേക്ക് ഉൾപ്പെടെ പടരുന്നൊരു സാഹചര്യം. കൂടാതെ തന്നെ ഇവിടെ പുകയും കൂടാതെ തീയും ഉൾപ്പെടെ വലിയ രീതിയിൽ തന്നെ പടരുകയാണ്. ഇനി ഈ പോയ ഫയർ യൂണിറ്റുകളെല്ലാം തിരിച്ചു വന്നിട്ട് വേണം ഇനിയും വെള്ളമടിച്ചത് ഇത് കെടുത്താനായിട്ട്. ഏതായാലും വലിയ രീതിയിൽ തന്നെ തീ വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ 1 യൂണിറ്റ് ഫയർഫോഴ്സ് മാത്രമാണ് നിലവിലുള്ളത്. അതിനാൽ തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കാനും കൂടാതെ തന്നെ തീ അണയ്ക്കാനും നിലവിൽ സാധിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് യൂണിറ്റുകൾ ഇപ്പോൾ 1 യൂണിറ്റ് കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 1 യൂണിറ്റ് കൂടി എത്തി. ഇനിയിപ്പോൾ ആ യൂണിറ്റ് കൂടി വെച്ചിട്ടായിരിക്കും ഇനി വെള്ളമടിച്ച് ഇവിടെ തീ നിയന്ത്രണ വിധേയമാക്കുക. ഇവിടെ വശങ്ങളിലെല്ലാം ഗ്ലാസുകൾ ഉൾപ്പെടെ പൊട്ടി തകർന്ന് വീഴുകയാണ്. കൂടാതെ തന്നെ വശങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട്. കൂടാതെ ഫ്ലോറുകളിലേക്കും ഇപ്പോൾ 2-3 ഫ്ലോറുകളിലാണെങ്കിൽ ഇപ്പോൾ അത് കൂടുതൽ താഴെ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് കൂടി ഇപ്പോൾ തീ വ്യാപിക്കുകയാണ്. അത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഗ്ലാസ് ഉൾപ്പെടെ പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ അടുത്തേക്ക് ആർക്കും പോകാനോ അടുത്ത് പോയിട്ട് തീ അണയ്ക്കാനോ സാധിക്കുന്നില്ല. ഇത് വലിയ തീപിടുത്തമാണ്. ഏതാണ്ട് ജയലക്ഷ്മി സിൽക്സിൻ്റെ ഉൾഭാഗം പൂർണ്ണമായി കത്തി നശിക്കുന്ന സാഹചര്യമാണുള്ളത്. 2 നിലകളിലായാണ് ആദ്യഘട്ടത്തിൽ തീ കണ്ടത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ തീ ആളിപ്പടരുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ 3 ഫയർ എഞ്ചിനുകൾ അവിടെ തീ അണയ്ക്കാൻ വേണ്ടി എത്തിയിരുന്നു. പക്ഷേ വെള്ളം തീർന്നുപോയി. പിന്നീട് വീണ്ടും കൊണ്ടുപോയി നിറച്ച് തിരിച്ചു വന്ന് തീ കെടുത്താനുള്ള ശ്രമമാണ് അവിടെ തുടരുന്നത്. ഇപ്പോൾ 2 ഫയർ എഞ്ചിനുകൾ അവിടെ തീ കെടുത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഉള്ളിൽ ആരും കുടുങ്ങിയിട്ടില്ല എന്നാണ് ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ. ആളുകളെല്ലാം തീ പടരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ ആളുകൾ പുറത്തേക്ക് വന്നു. 75,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വലിയ കെട്ടിടമാണ് ജയലക്ഷ്മി സിൽക്സിൻ്റേത്. 2023 ഒന്ന് തീ പിടിച്ചതാണ്. ഏതായാലും അതിന് തൊട്ട് ചേർന്ന് കെട്ടിടങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നേരത്തെ ആകാശ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അത്രയും ആശ്വസിക്കാം. പക്ഷേ വലിയ തുണിക്കടയാണ് ജയലക്ഷ്മി സിൽക്സ്. അവിടുത്തെ കോഴിക്കോട്ടെ ഒരു പ്രധാനപ്പെട്ട വസ്ത്രശാല. അതിനാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. വീണ്ടും ആകാശ് ചേരുന്നുണ്ട്. ആകാശ്, ആദ്യം 2 നിലകളിലായാണ് ആദ്യം തീ പടരുന്നത് കണ്ടത്. പക്ഷേ തുണിയായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ തീ പടരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെ നമ്മൾ കരുതിയിരുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ?
ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് ഫ്ലോറുകളിലേക്കും കൂടാതെ മറ്റു വശങ്ങളിലേക്കും തീ പടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തീ ആളി കത്തുകയാണ്. തുണി തന്നെ ആയതിനാൽ തീ നല്ല രീതിയിൽ തന്നെ ആളി കത്തുന്നുണ്ട്. കൂടാതെ സൈഡുകളിലുള്ള ഗ്ലാസുകൾ ഉൾപ്പെടെ തീയിൽ പൊട്ടി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫയർ എഞ്ചിൻ കൂടി എത്തിയിട്ടുണ്ട്. അത് വെച്ചിപ്പോൾ വെള്ളം മേലോട്ട് അടിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. ഷോർട്ട് സർക്യൂട്ടാണോ മറ്റു കാര്യങ്ങളാണോ എന്നീ കാര്യങ്ങളൊന്നും ഒരു വ്യക്തതയില്ല. ഏതായാലും ജീവനക്കാരും ഇവിടെ വസ്ത്രങ്ങൾ വാങ്ങിക്കാൻ എത്തിയവരുൾപ്പെടെ ഇവിടെ ഉണ്ടായ സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു തീപിടുത്തം ഉണ്ടായത്. ആദ്യം ഒരു പുക ഉയർന്നതും പിന്നെ ഇവിടെയുള്ള അലാറം അടിക്കുകയായിരുന്നു. പിന്നാലെ അത് ആളി കത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത്. നിലവിൽ ഈ കോഴിക്കോട് ഭാഗത്ത് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സവും രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി ഭാഗത്ത് കുടുങ്ങിയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഇവിടെ നിന്ന് നീക്കുകയാണ്. കാരണം ഗ്ലാസ് ഉൾപ്പെടെ പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ തന്നെ ഇവിടെയുള്ള വാഹനം ഇപ്പോൾ ഇതായി പോലീസുകാർ ചേർന്ന് ഇവിടെ നിന്ന് നീക്കുകയാണ്. നമുക്ക് ഈ ഫയർ എഞ്ചിൻ നിൽക്കുന്ന ഭാഗത്തിൻ്റെ അടുത്തായിരുന്നു ഈ കാർ ഉണ്ടായിരുന്നത്. കാർ ഇപ്പോൾ ഇവിടെ നിന്ന് നീക്കുകയാണ്. പോലീസുകാർ ഉൾപ്പെടെ ചേർന്നാണ് ഈ വണ്ടി നീക്കിയിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ ഇവിടെ തീ ആളി കത്തുകയാണ്. മറ്റ് ഫ്ലോറുകളിലേക്ക് ഉൾപ്പെടെ തീ പടരുന്നൊരു കാഴ്ചയാണ്. തീ ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല. ഒരു അപകടമായ സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഇതിലെ 2 ഫ്ലോറുകളായിരുന്നെങ്കിൽ താഴത്തെ ഫ്ലോറിലേക്കും തീ കത്തുന്നൊരു കാഴ്ച ഉണ്ടായിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഉൾപ്പെടെ തീ പടരുന്ന ജീവനക്കാരെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ അവർ പുറത്തു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായോ? തീ പടരുന്നത് കണ്ടപ്പോൾ തന്നെ ആരും ഉള്ളിൽ കുടുങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഹർഷൻ, നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉള്ളിൽ ആരും തന്നെ കുടുങ്ങിയിട്ടില്ല എന്നാണ്. കൃത്യമായി തന്നെ എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ ജീവനക്കാരും ഉൾപ്പെടെ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ അപകടകരമായ ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് ഈ സ്ഥാപനം മാത്രമാണ് ഇപ്പോൾ കത്തുന്നത്. ജയലക്ഷ്മി സിൽക്സിൻ്റെ ഈ 2 ഫ്ലോറുകളിൽ മാത്രമാണ് ഇപ്പോൾ തീ ഉള്ളത്. താഴത്തെ ഫ്ലോറിലെ തീ ഇപ്പോൾ ഫയർഫോഴ്സ് ചെറിയ രീതിയിൽ പടർന്നപ്പോൾ തന്നെ അണച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഈ 2 ഫ്ലോറുകളിൽ വ്യാപ്തിയായി തന്നെ തീ പടർന്നുണ്ട്.